ഷേളി, നീ അവളെ ഒന്ന് വിളിച്ചേ, പള്ളി പോണ്ടേ? ഈ പെണ്ണിതുവരെ എഴുന്നേറ്റില്ലേ? ഗുഡ് മോർണിംഗ് മമ്മ. ഉച്ചയായി, അപ്പോഴാ അവളുടെ മോർണിംഗ്. പെൺകുട്ടികളായ കുറച്ചൊക്കെ പങ്ക്ച്വാലിറ്റി വേണം. അത് പിന്നെ എനിക്ക് പഠിക്കാനില്ലായിരുന്നോ? ഞാൻ ലേറ്റായല്ലേ ഉറങ്ങിയത്. അതുകൊണ്ട് ഇന്ന് ഞായറാഴ്ചയല്ലേ, പള്ളി പോണ്ടേ? പ്രാർത്ഥിച്ച് പെട്ടെന്ന് റെഡിയാവ്. അതിനെന്താ, 5 minutes, ഐ എം റെഡി. ഈശോയെ, കഴിഞ്ഞോ പ്രാർത്ഥന? നമ്മൾ പള്ളിയിലേക്കല്ലേ പോന്നേ, ബാക്കി അവിടെ ചെന്ന് പ്രാർത്ഥിക്കാം. ഇച്ചയ കഴിക്ക്, ലേറ്റ് ആവണ്ട. നിന്റെ തലവേദന ഇതുവരെ മാറിയില്ലേ? എന്നാ വേണ്ട, ഡ്രസ്സ് മാറി വാ, നമുക്ക് സണ്ണിച്ചൻ്റെ അടുത്തൊന്ന് കയറാം. ഹോസ്പിറ്റലിൽ പോകാൻ മാത്രം ഒന്നും ഇല്ലെന്നേ. ഞാൻ 2 ടാബ്ലറ്റ് കഴിച്ചോളാം. ദേ, പറയുന്നത് കേൾക്ക്. ഇപ്പോഴത്തെ കാലം എന്താ ഏതാന്നൊന്നും പറയാൻ പറ്റില്ല. മമ്മ, എൻ്റെ ടിഫിൻ. മമ്മയ്ക്ക് വയ്യ മോളെ, മോള് ചെന്നെടുക്ക്, മേശപ്പുറത്തുണ്ട്. ഓക്കെ. പപ്പ, മമ്മ, ബൈ. ഹായ് മരിയ. നിനക്കിന്ന് റിഹേഴ്സൽ ഇല്ലായിരുന്നോ? റിഹേഴ്സൽ കഴിഞ്ഞല്ലോ, നാളെ പ്രിവ്യൂ ഉണ്ട് നമ്മുടെ ഓഡിറ്റോറിയത്തിൽ വെച്ച്. നെക്സ്റ്റ് മന്താ കോമ്പറ്റീഷൻ, നീ വരണം കേട്ടോ. നിന്റെ സോളോ ഡ്രാമ കാണാൻ ഞാൻ വരാതിരിക്കും മോളെ. പിന്നെ കോമ്പറ്റീഷന് ഫസ്റ്റ് മേടിച്ചേക്കണം. വേഗം വാ, മിസ് വന്നിട്ടുണ്ടാവും. ഗുഡ് മോർണിംഗ് ഡോക്ടർ. മോർണിംഗ്. ആ, എന്നെ സാറേ ഈ വഴിയൊക്കെ കുറെ കാലായല്ലോ കണ്ടിട്ട്. നിനക്ക് തിരക്കല്ലേ, ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വിചാരിച്ചു. ആ, എന്നിട്ടെന്താ ഇപ്പോ ഡിസ്റ്റർബ് ചെയ്തേക്കാമെന്ന് വെച്ചേ? അത് ഇവൾക്ക് ചെറിയൊരു തലവേദന ഇന്നലെ തുടങ്ങിയതാ, മാറുന്നില്ല. അതാ പിന്നെ. ഹെഡേക്ക് മാത്രമേ ഉള്ളൂ അതോ കോൾഡ് വല്ലതും? ഒന്നുമില്ലാന്നേ, ഞാൻ ഇച്ചയനോട് പറഞ്ഞതാ ഹോസ്പിറ്റലൊന്നും പോകണ്ടെന്ന്. ആ, ഇപ്പോഴത്തെ ക്ലൈമറ്റിന്റെ ആവും, തണുപ്പല്ലേ. ഏതായാലും നിങ്ങൾ എന്റെ ക്യാബിനിലോട്ടിരി, ഞാനിതാ വരുന്നു. അതെ, ഞങ്ങളെ പെട്ടെന്ന് വിട്ടേക്കണേ, എനിക്ക് ഓഫീസിൽ പോകാനുള്ളതാ.
ഇരിക്കേ, ഡോക്ടർ ഇപ്പോൾ വരും. പേടിക്കാനൊന്നുമില്ല, എന്നാലും സൂക്ഷിക്കണം. Congratulations, Mr. Andrews. She is pregnant. You're going to be a father once again. It's a great news for today. അപ്പോൾ ടാബ്ലറ്റ്സും ടോണിക്കും ഇവിടുന്ന് തരാം. പിന്നെ പച്ചക്കറികളും പഴവും പാലും ധാരാളം കഴിക്കണം. അതുപോലെ ശരീരം അനക്കിയുള്ള അധ്വാനം മാക്സിമം ഒഴിവാക്കണം. റെഗുലർ ചെക്കപ്പിനായി ഇടയ്ക്ക് ഇങ്ങോട്ട് വരാനും മറക്കരുത്. ഓക്കെ? താങ്ക് യു ഡോക്ടർ. ആ ആൻഡ്രൂസ്, ഫ്രീ ആവുമ്പോൾ ഞാൻ വീട്ടിലോട്ട് വരുന്നുണ്ട്. ലെറ്റ് us സെലിബ്രേറ്റ്. ഓ ഷുവർ. മമ്മ, മമ്മ, ഇതെവിടെ പോയി? ആ, ഇവിടെ കിടക്കുമായിരുന്നു. എനിക്കൊന്നും കഴിക്കാൻ തരാതെ. നീ വന്നോ? വേണ്ട, എഴുന്നേക്കണ്ട, കിടന്നോ. ഹെഡേക്ക് മാറിയിട്ടില്ല അല്ലേ? ഡോക്ടറെ കണ്ടോ? എന്നിട്ട് സാരമില്ല, മാമ കിടന്നോ, ഞാൻ അടുത്ത് കഴിച്ചോളാം. CDM Technology serves as a distributor for the number of renowned companies like Neon. With this product line, Neon offers a wide variety of TriCasters, including TriCaster, Brightline compact converters, Brightline compact converters from Ensemble Designs is a പപ്പ, മമ്മയുടെ തലവേദന മാറിയില്ലേ? ഒന്നുമില്ല മോളെ, തലവേദനയല്ലേ, അത് നാളെ ശരിയാവും. മോളിരുന്ന് പഠിച്ചോ. ആ, അധികം ഉറക്കം വിളിക്കാതെ കിടന്നുറങ്ങിക്കോണം. പപ്പ, ആ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. Complete your assignment by tomorrow. Silence! Students, an important news for 12th B of Crescent School. നിങ്ങൾ അറിഞ്ഞോ, നമുക്ക് അന്നയുടെ വക ഒരു മെഗാ ട്രീറ്റ് വരാൻ പോകുന്നു. ട്രീറ്റോ? എന്ത് ട്രീറ്റ്? അപ്പൊ നിനക്ക് പറയാൻ ഉദ്ദേശമില്ല അല്ലേ? എന്ത് പറയാൻ? എങ്കിൽ ഞാൻ തന്നെ പറയാം. ഇവളുടെ അമ്മയുടെ വയറ്റില് ഒരു കുഞ്ഞുവാവുണ്ടടി. അങ്ങനെ നമ്മുടെ അന്ന ഒരു ചേച്ചിയാവാൻ പോവുക. എൻ്റെ അമ്മ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലില് ഇവരിന്നലെ പോയിരുന്നു. അങ്ങനെയല്ലേ ഞാൻ അറിഞ്ഞത്. നേരാണോടി? മൈ ഗോഡ്, നിന്റെ പപ്പയുടെയും മമ്മിയുടെയും ഒരു കാര്യം ഈ വയസ്സാം കാലത്താ. Okay, okay. We'll decide the date and venue of the celebration later today. Okay? നീ എന്താ താമസിച്ചേ? നിനക്ക് കഴിക്കാനൊന്നും വേണ്ടേ? എനിക്കൊന്നും വേണ്ട.
ഹലോ ടീന. ആ ഉണ്ട്, കൊടുക്കാം. അന്ന, എ കോൾ ഫോർ യു. ടീന, ഞാൻ അങ്ങോട്ട് വിളിക്കാൻ പറയാം. ഓക്കെ. അന്നേ, മോള് വന്നേ. ടീന വിളിച്ചിരുന്നോ നിന്നെ? ഇപ്പോഴെങ്കിലും എന്നെ ഒന്ന് തിരക്കിയല്ലോ. നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ പറയുന്ന കുറ്റം. നിങ്ങൾക്ക് ഇഷ്ടം പോലെ എന്ത് വേണേലും കാണിക്കാമല്ലോ. എന്താ, എന്തു പറ്റി? അന്നേ, അന്നേ, ഞങ്ങൾ എന്ത് ചെയ്തെന്നാ നീ പറയുന്നേ? നിങ്ങൾ ഇന്നലെ സണ്ണി ഡോക്ടർ ഹോസ്പിറ്റലിൽ പോയില്ലേ? എന്നാത്തിനാ പോയെ? എന്നിട്ട് എപ്പോൾ നോക്കിയാലും ഒരു തലവേദന. ടീന പറഞ്ഞിട്ട് വേണോ അമ്മയുടെ വിശേഷങ്ങൾ ഞാനറിയാൻ? അന്നേ, അതുകൊണ്ട് നിനക്കിപ്പോ എന്തു പറ്റി? എന്ത് പറ്റിയെന്നോ? എനിക്കിത്ര പ്രായമായപ്പോ അമ്മ ഒരു കുഞ്ഞിനെ ചുവന്നുകൊണ്ട് നടക്കുന്നു. നാണമില്ലേ ഈ വയസ്സാം കാലത്ത്? ഇതിന് ഈ വീട്ട് വേണ്ട, കൊണ്ടുപോയി കൊന്നു കളഞ്ഞേക്ക്. നിർത്തടി. പറഞ്ഞു പറഞ്ഞു എന്തും പറയാനായോ? ഇല്ല, ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഈ കുഞ്ഞു വന്ന ഞാൻ നിങ്ങൾക്ക് ശല്യവാ. ഇന്നലെ ഒരു നൂഡിൽസ് ഉണ്ടാക്കി തരാൻ പോലും അമ്മയ്ക്ക് വയ്യ. ഞാനൊക്കെ ചത്തേക്ക. എന്നെ ആർക്കും വേണ്ട. പപ്പയ്ക്കും അമ്മയ്ക്കും കൂട്ടുകാർക്കും ആർക്കും എന്നെ വേണ്ട. അവൾക്ക് നല്ല സങ്കടമുണ്ട്. ഒറ്റ മോളല്ലെന്ന് വിചാരിച്ച് ലാളിച്ച് കൊഞ്ചിച്ച് വളർത്തേണ്ട ദോഷമാണ്. ഈ ജയൻ ദേഷ്യപ്പെടരുത്. അവളെ വേദനിപ്പിച്ചിട്ട് നമുക്ക് എന്തിനാ? ഷേർലി, നീ എന്തായി പറയുന്നേ? അവള് പറയുന്ന കേട്ട് അവളെ പോലെ തന്നെയല്ലേ നമുക്ക് ഈ കുഞ്ഞും? പിറക്കാനിരിക്കുന്ന കുഞ്ഞിനേക്കാൾ വലുതല്ലേ നമ്മൾ വളർത്തി വലുതാക്കിയ നമ്മുടെ പൊന്നുമോള്. ഇനിയൊന്നും ആലോചിക്കാനില്ല. നാളെ തന്നെ നമുക്ക് ഡോക്ടറെ കാണണം.
Guests are requested to be present at the main auditorium after the lunch break. എപ്പോഴാ പ്രോഗ്രാം? ഇതാ തുടങ്ങാൻ പോവാ. നീ നടന്നോ, ഞാൻ വന്നേക്കാം. ഓക്കെ. അന്ന, നീ എന്താ ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നേ? വാട്ട് ഹാപ്പൻഡ് അന്ന? ഒന്നുമില്ലടി, എനിക്കൊരു മൂഡില്ല. ഇന്നലെ എല്ലാവരും കൂടി കളിയാക്കിയതുകൊണ്ടാണോ? നിനക്ക് വിഷമമായില്ലേ? സോറിടാ, ഞങ്ങളിതൊരു തമാശയ്ക്ക് ചെയ്തതല്ലേ. പോട്ടെ, വാ, മരിയുടെ പ്രോഗ്രാം ഉള്ളതല്ലേ, വാ, കമോൺ. Forget it, my dear. Next item is the solo drama presented by Maria Thomas. അമ്മയുടെ ഉദരത്തിൽ രൂപപ്പെടുന്ന പെൺകുഞ്ഞിന്റെ മനസ്സ് ഇങ്ങനെയാവാം. ഞാനെന്ന പെൺകുഞ്ഞ് ഇവിടെ രൂപപ്പെടുകയാണ്. അമ്മയുടെ ഉദരത്തിൽ എനിക്ക് നല്ല സുഖ. എന്റെ കൈകാലുകൾ അനുദിനം വളരുകയാണ്. എന്റെ അമ്മയും അച്ഛനും കാണാൻ എനിക്ക് കൊതിയായി. പക്ഷെ നിങ്ങൾക്കറിയോ, എന്റെ അച്ഛനും അമ്മയ്ക്കും എന്നെ വേണ്ട. ഞാൻ പെൺകുഞ്ഞായത് കൊണ്ട് എന്നെ കൊല്ലുന്ന പറയുന്നേ. അപ്പൊ എന്റെ ജീവന് ഒരു വിലയില്ലേ? ഭൂമിയിലെ പൂക്കളും പുഴയും മരങ്ങളും മഴവില്ലും മണ്ണൊക്കെ കാണാൻ എനിക്ക് എത്ര കൊതിയാനറിയോ. എന്റെ അമ്മയുടെ മടിയിൽ കിടന്ന് അമ്മിനെപ്പാൽ നുണയാനും എനിക്ക് ഒരിക്കലും ആവില്ല. ഒരിക്കലും. ഡോക്ടറുടെ പാദശല്യം എന്നെ കൊല്ലാൻ സൂചി മരുന്നെടുക്കാൻ ഡോക്ടർ നഴ്സിനോട് പറയാണോ? അയ്യോ, എനിക്ക് പേടിയാവുന്നു. അമ്മ എന്നെ കൊല്ലരുതെന്ന് പറ അമ്മ. അമ്മ, അച്ഛാ, ഞാനും അച്ഛന്റെ കുഞ്ഞല്ലേ, എന്നെ കൊല്ലരുതെന്ന് പറ അച്ഛാ. ഡോക്ടർ, വേണ്ട വേണ്ട, ഞാനൊരു പാവ. വേണ്ട ഡോക്ടർ, വേണ്ട. അമ്മേ, അമ്മ, ആ, അന്നക്കുട്ടി വന്നോ? അമ്മ, നിങ്ങൾ ഇന്നലെ ഹോസ്പിറ്റലിൽ പോയിരുന്നോ? പോയിരുന്നു. എന്നിട്ടെന്താ, സണ്ണി ഡോക്ടറെ കണ്ടു, തിരിച്ചു പോന്നു. ഇതെന്തു പറ്റി?
നമ്മുടെ കുഞ്ഞുവാവയെ കൊല്ലണ്ട മമ്മ. എനിക്ക് വേണം എൻ്റെ വാവയെ. അവൾക്ക് വേഗം കുഞ്ഞുവാവെ കാണണമെന്ന്. പപ്പാ, വെറുതെ ഞാൻ എൻ്റെ മോളെ തല്ലി. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോന്ന് വെച്ച് നീ ഞങ്ങളുടെ മോളല്ലാതാവൂ. സോറി സോറി പപ്പ. സത്യത്തിൽ ഞങ്ങളാ നിന്നോട് സോറി പറയേണ്ടത്. നിന്നെ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാത്തോണ്ടല്ലേ ഈ കുഴപ്പങ്ങൾ മുഴുവൻ ഉണ്ടായത്. അത് പോട്ടെ, 2 ദിവസമായില്ലേ ഇങ്ങനെ മുഖം വീർപ്പിച്ച് നടക്കാൻ തുടങ്ങിയിട്ട്. ഇനിയെങ്കിലും ചിരിക്കുമോളെ.